ഇറാനുമായുള്ള സമാധാന കരാർ ഉടൻ ഒപ്പിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാനെ തകർക്കുമെന്ന പ്രസ്താവന മണിക്കൂറുകൾക്കകം തിരുത്തിയാണ് സമാധാന കരാറിൽ ഈ ആഴ്ച ഒപ്പിടുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ കരാറിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് ഇറാന്റെ പ്രതികരണം. ഹോർമുസിൽ അമേരിക്കൻ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് പിന്നാലെ ഇറാന് മേൽ കനത്ത ആക്രമണം നടത്തുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയിൽ ഭീതി പടർത്തിയ പ്രഖ്യാപനത്തിൽ മണിക്കൂറുകൾക്കകം തിരുത്ത്. ഇറാൻ സമാധാന കരാർ ഈ ആഴ്ച ഒപ്പിടുമെന്ന് ട്രംപിന്റെ പുതിയ പ്രസ്താവന. കരാർ അന്തിമഘട്ടത്തിലെന്നും യൂറോപ്പിൽ കരാർ ഒപ്പുവയ്ക്കുമെന്നും ട്രംപ് അറിയിച്ചു. ആണവായുധം ഉണ്ടാക്കില്ലെന്ന് ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചെന്നും ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമനയുടെ അംഗീകാരം ലഭിച്ചെന്നുമാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ ഇറാൻ തയ്യാറായില്ല. അമേരിക്ക അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെന്നും കരാറിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നുമാണ് ഇറാന്റെ പ്രതികരണം. കരാറിൽ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം കാര്യങ്ങളിലും നേരത്തെ ധാരണ ആയതാണെന്നും അമേരിക്ക പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുവെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായ് പറഞ്ഞു. ഇതിനിടെ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡിന് $89.36. ഇന്ത്യയിലടക്കം ഓഹരി വിപണികളും ഉയർന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.